ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ആന്റി എമിഗ്രന്റ് സ്ട്രൈക്കാണ്. അതായത് വംശീയ വെറി, അതായത് ഏഷ്യൻ വംശജരോട് യൂറോപ്യൻസ് കാണിക്കുന്ന വംശീയ വെറി എന്നൊക്കെ പറയാം. ഇപ്പൊ എല്ലായിടത്തും നല്ല രീതിയിൽ വംശീയ വെറി, അതായത് ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ എല്ലാ രാജ്യത്തും, അതായത് യൂറോപ്യൻ ഷെങ്കൻ കൺട്രീസിൽ ഇപ്പൊ വളരെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവുകളിലൊക്കെയാണ് ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പല വീഡിയോസും എന്റെ വീഡിയോസിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്. പക്ഷെ അത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരുന്നത് കാരണമാണ് ഞാനത് ഒഴിവാക്കിയത്. കാരണം നിങ്ങളിപ്പം യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഏഷ്യൻ വംശജരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ എല്ലാവർക്കും മലയാളി ഫിലിം റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ വെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പലർക്കും പല ഇന്ത്യൻസും ഇവിടെ വന്നിട്ട് 10 ലക്ഷം 15 ലക്ഷം കൊടുത്തിട്ട് വന്നിട്ട് ഇവിടെ റോഡിന്റെ സൈഡിലൊക്കെയാണ് കടന്നുറങ്ങുന്നത്. കാരണം റൂംസ് ഇല്ല, വാടകയ്ക്ക് റൂം കിട്ടാനില്ല. അയർലാൻഡിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കിയാൽ മതി അയർലാൻഡിലൊക്കെ അവസ്ഥ. റീസെന്റ് ഒരു 6 വയസ്സുള്ള കുട്ടിയെ ഒരു സായിപ്പ് വന്നിട്ട് അടിച്ച് ഇവിടെ മുഖത്തൊക്കെ അടിച്ച് വലിയ പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മതവിഭാഗങ്ങൾ, ഓരോ മതങ്ങളെ നോക്കിയിട്ടും അവിടെ ആ മതത്തിന്റെ ഒരു ഇതിലും വലിയ പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ത്യൻസ് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളൊക്കെയാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു കാരണം എല്ലാ ഇന്ത്യൻസും അല്ല, ചില ഇന്ത്യൻസ് ഇവിടെ കാണിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം എല്ലാവരും ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് അയക്കുക. അതായത് അവർക്ക് അവരുടെ പഴയ കാലം തിരിച്ചു വേണം. അവരുടെ ക്രിസ്ത്യൻ ലൈഫ്, അവർ കൂടുതലും യൂറോപ്യൻസ് ക്രിസ്ത്യാനികളാണ്. അപ്പൊ അവരുടെ ക്രിസ്ത്യൻ ലൈഫ് അവർക്ക് തിരിച്ചു വേണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മതക്കാർ, അതുപോലെ തന്നെ എല്ലാ ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെയൊക്കെ തിരിച്ച് അവരെ നാട്ടിലേക്ക് പോവുക, നമ്മുടെ നാട് നമുക്ക് തിരിച്ചു വേണം എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അവരെ ആൾക്കാരെ മാത്രം നിയമിക്കുകയാണ് ജോലിയിലൊക്കെ, മറ്റു രാജ്യക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പരസ്യങ്ങളൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പല ഇന്ത്യക്കാരെ ഹയർ ചെയ്യാണ്, ഇത്ര ആൾക്കാരെ ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ഈ പറയുന്നതൊക്കെ വളരെ ഇതിലൊന്നും ഒരു സത്യാവസ്ഥ ഇല്ലാത്ത കാര്യമാണ്. ഇവർക്ക് ഇവിടുത്തെ ആൾക്കാരെ മാത്രം മതി. പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള ചില കമ്പനി മാത്രമാണ് നമ്മളെ ഇന്ത്യൻസിനെ പോലുള്ള ആളുകളെ എടുക്കുന്നുള്ളൂ. അതും ഇവിടെ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളും അവരെ ഒക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ കമ്പനികൾ ആളുകളെ എടുക്കുന്നത്. കാരണം ഇവിടെയുള്ള റഷ്യൻ സിറ്റിസന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള വർഷങ്ങളായിട്ട് റഷ്യയിൽ താമസിക്കുന്ന ആളുകളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ടാണ് പല കമ്പനികളും പുറത്തു വരുന്ന ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നത്. അല്ലാത്ത പക്ഷം പല ആൾക്കാരെയും ഇന്ത്യൻസിനൊന്നും അവർക്ക് വേണ്ട. കാരണം അവർ ഈവൻ നമുക്ക് ലാംഗ്വേജ് പോലും അറിയാത്ത ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ചില ഇന്ത്യൻസ് വലിയ കാര്യങ്ങളൊക്കെ പറയണം, എനിക്ക് ഇത്ര മണിക്കൂർ പണിയെടുക്കാൻ പറ്റും, എനിക്ക് ഇത്ര ശമ്പളം വേണം. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭാഷ അറിയില്ല, ആ പണി എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനി നിങ്ങളെ ജോലിക്കെടുക്കത്തില്ല. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക, വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്താണ്, തണുപ്പാണോ ചൂടാണോ, എങ്ങനെയാണ് കാലാവസ്ഥ എല്ലാം മനസ്സിലാക്കുക. ഒരു രാജ്യത്ത് പോകുമ്പോൾ ഈ രാജ്യത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് വെച്ച് പറഞ്ഞാൽ, ഇപ്പം ആന്റി എമിഗ്രന്റ് സ്ട്രൈക്ക് ഒരുപാട് രാജ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, 58,000-ഓളം സംതിങ് ആൾക്കാർ UK വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ വളരെ കൊട്ടി ആഘോഷിച്ചാണ്, അവിടെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് UK-യിൽ ഇവരിത് ആഘോഷിച്ചത്. അതായത് അവരെ നാട് വിട്ടിട്ട് ആൾക്കാർ ഇവർക്ക് മടുത്തിട്ട്, കാരണം ഇവരെ ആ ഒരു പെരുമാറ്റ രീതിയും അന്നത്തെ ഒരു UK അല്ല ഇന്നത്തെ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം. അതായത് അന്നൊക്കെ ആണെങ്കിൽ ഇന്ത്യൻസിന്റെ അടുത്ത് ഭയങ്കര വാല്യൂ ആയിരുന്നു. ഇന്ത്യക്കാരെ ലക്ഷങ്ങളും കോടികളും അന്ന് അവിടെ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, ഒരുപാട് നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അന്നത്തെ UK നമ്മൾ ഒരുപാട് വ്യത്യാസമാണ്. 1960-70 കാലഘട്ടങ്ങളിലുള്ള UK അല്ല ഇന്ന് 2025 UK. അതുപോലെ തന്നെ GDP റേറ്റ് ഒക്കെ ഒരുപാട് 98% ഉണ്ടായത് 37% ആയിട്ട് GDP റേറ്റ് ഇവർ കുറഞ്ഞു, അത്രയും അതപ്പതിച്ചു. പിന്നെ ഗാർബേജ്, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥ. കാരണം വെച്ചാൽ നമുക്ക് ഇത് UK തന്നെയാണോ എന്ന് പോലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. കാരണം വെച്ചാൽ രണ്ട് സൈഡിലും
മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഒരു വൃത്തിയുമില്ല. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റഷ്യ സ്വർഗ്ഗമാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പക്ഷെ ആൾക്കാരെ വെൽക്കം ചെയ്യാണ്. അപ്പൊ വെൽക്കം ചെയ്യുന്ന അത് ദുരുപയോഗം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, ചില നോർത്ത് നിന്ന് വരുന്ന ചില ആൾക്കാരുണ്ട്. അവന്മാരൊക്കെ ഇവിടെ അടിച്ചു പൊളിക്കുകയാണ്. അവരെ ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ ഇവിടെ പ്രാബല്യത്തിൽ വരുത്താണ്, അവരെ കൾച്ചറും കാര്യങ്ങളൊക്കെ. അതൊക്കെ വലിയ വിഷയത്തിലേക്ക് പോകും. അപ്പൊ ഇപ്പോൾ ചില റഷ്യയിലുള്ള ചില ആളുകൾക്ക് മുമ്പ്, റഷ്യയിൽ പൊതുവെ ആളുകൾ ഇന്ത്യൻസ് ഒന്നും അങ്ങനെ കയറി വരാത്ത കാരണം ഇവര് വലിയൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പം കൂടുതൽ കയറി വരുമ്പം അവരുടെ സ്വന്തം തനി സ്വഭാവം ചില ആൾക്കാർ കാണിക്കുന്ന കാരണം പാൻ മസാലയൊക്കെ ചവച്ച് അവിടെ തുപ്പിയിടുക. ഈ ബോക്സുകളിലേക്ക്, അവിടെ ബോക്സുകൾ ഉണ്ടാവും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോയിട്ടുള്ള ആളുകൾക്ക് ഓരോ സൈഡിൽ ചെറിയ ബോക്സുകൾ ഉണ്ടാവും. ആ ബോക്സുകളിലാണ് നമ്മൾ ഗാർബേജ് കൊണ്ടുവിടുക. ചില ആളുകൾ അവിടെ വെള്ളമൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിട്ട് അവിടെ തന്നെ ആ ബോട്ടിൽ വലിച്ചെറിയുക, നമ്മുടെ നാട്ടിൽ എറിയുന്ന പോലെ അവിടെ തന്നെ തുപ്പുക. അതുപോലെ തന്നെ കടലാസ് ഷവർമയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു കവർ അവിടെ തന്നെ കളയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇന്ത്യൻസിനെ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ കളിക്കുന്ന ഒരു കൾച്ചറുമായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുക. നിങ്ങൾ ഇവിടെ വരുമ്പം ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ നോക്കുക. നമ്മുടെ നാട്ടിലുള്ള കൾച്ചറുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ വിഷയത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു എന്താ പറയുക, ഏതൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡിൽ തന്നെ നിൽക്കുക. മറ്റുള്ള ആളുകളെ കണ്ടിട്ട് നിങ്ങളിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത്. അപ്പം കുറച്ച് കാര്യങ്ങൾ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കണ്ട. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ വലിയ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാനിലേക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ.